ഡാഡി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോളെ എഴുന്നേറ്റോ? ആഹാ, രാവിലെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നോ? വേഗം പോയി പല്ല് തേക്ക്. കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. ഡ്രസ് എടുത്ത് പുറത്തു വെച്ചേക്കും. അതിനകത്ത് ഇങ്ങനെ കഥകളച്ചിരുന്നാൽ എങ്ങനെ? ജീപ്പ് ഇപ്പൊ വരും. വേഗം ആട്ടെ. ഞാൻ പുറത്തു നിൽക്കാം. കാപ്പി റെഡി. ഞായറാഴ്ച നമ്മൾ പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷായി. പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു എന്ന് കേട്ടപ്പോ. വരൂന്നേ. അയ്യേ, ഇതെന്ത് പറ്റി? മീശ പോയി. ഇന്ന് ഉച്ചക്കെങ്കിലും നേരത്തെ വരണേ. അല്പം അത്യാവശ്യമുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. എന്നാ ഊണ് സ്റ്റേഷനിലേക്ക് കൊടുത്തയക്കാം. ഡാഡി ഇന്നലെ പാവയും വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുവരത്തെ? സോറി മോളെ, നോക്ക് എന്ത് പാവയാ വേണ്ട? നൃത്തം ചെയ്യുന്ന പാവയാ. അയ്യോ ഡാഡി മറന്നുപോയില്ലേ? ഞാൻ കാണിക്കാം. ഓർമ്മ വരുമോന്ന് നോക്കട്ടെ. ഇപ്പൊ കിട്ടിപ്പോയി. വൈകിട്ട് വരുമ്പോ പാവയെ വാങ്ങിച്ചോട്ടരാ. എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നാ. എത്ര നാളാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, താനോടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ. അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന് നിർബന്ധമാണോ? അതെന്റെ ചോറല്ലേ സാർ. എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടോണ്ട് നടക്കണ്ട. വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കൂ. സാറിന്റെ റൂം. ഓ അത് ശരി, മുറി. യെസ് സാർ. എന്താ? അല്ല, സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. വരൂ. ഇരിക്കൂ. ഡാഡി ഇല്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ. ഹായ് നീതു. ഇൻവിറ്റേഷൻ എന്താണ് കിട്ടിയത്? ഞാൻ ആദ്യം അയച്ചത് നിനക്കാ. എപ്പോഴാ അവിടുന്ന് പുറപ്പെടുന്നത്? നോ നോ, അന്ന് വന്ന പോരാ. നാളെയെങ്കിലും നീ ഇവിടെ എത്തിയിരിക്കണം.
ഓക്കെ, താങ്ക് യു. ഞാൻ വന്നത് പപ്പന്റെ ഒരു കാര്യം പറയാനാ. പപ്പനെ 2 ദിവസമായിട്ട് കാണാനില്ല. 2 അല്ല 5 ദിവസമേ കാണാനില്ല. ഇനി ഞങ്ങളുടെ കല്യാണത്തിന്റെ തന്നെ പപ്പനെ കാണൂ. മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. ഞാനുമായിട്ടൊരു സൗന്ദര്യപ്പിണക്കം. ഡാഡിയെ കാണാനാണെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അല്ല, ഞാൻ പിന്നെ വരാം. മിസ്റ്റർ ഉമേഷ്, പ്ലീസ് ടു മീറ്റ് യു. ഐ എം എ ഫാൻ ഓഫ് യേഴ്സ്. പപ്പന് പകരം നിങ്ങൾ വീണ്ടും സ്റ്റേജിൽ വരാൻ പോകുന്നെന്ന് കേട്ടു. ഏയ്, പപ്പൻ ഇപ്പോഴും പാടുന്നുണ്ടല്ലോ. അത് വെറുതെ. പപ്പൻ ഇനി ഒരിക്കലും സ്റ്റേജിൽ പാടില്ല. അല്ലെങ്കിലും പപ്പൻ വലിയ പാട്ടുകാരനൊന്നുമല്ലായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളുടെ പാട്ടെന്ന് വെച്ചാൽ ജീവനാ. സോറി, മനസ്സിലായില്ല. മനസ്സിലാവില്ല? എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ നിങ്ങൾക്കെന്നല്ല ലോകത്തിലൊരാൾക്കും മനസ്സിലാവില്ല. പറ്റേ? അല്ല, ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മുടെ ദാസാറിന് എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഈ സിനിമയ്ക്ക് പോയതിനാ നമ്മുടെ കുട്ടന്റെ യൂണിഫോം പോയത്. എന്തിന് ബട്ടൺസ് പറഞ്ഞു പോയ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന ഒറ്റ കാരണത്തിനാ പോളാശം വെയിലത്ത് നിൽക്കേണ്ടി വന്നത്. അതൊക്കെ ചെയ്ത ആളാ ദേ ഇപ്പം. ദാസ് സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് തീർച്ച. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയല്ലേ, ചിലപ്പോ തലയിൽ ഞരമ്പ് തെറ്റി കാണും. താനിവിടെ കാണുന്നില്ലെന്നേ, അതൊക്കെ ചുമ്മാ കളിപ്പിലാണെന്നേ. യെസ് സർ. ആ കസ്റ്റഡിയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സർ. ആ പെണ്ണുങ്ങൾ നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു സാർ. ഏത് പെണ്ണുങ്ങൾ? സാർ ഇന്നലെ പുലിക്കോട്ടിൽ നിന്ന് പിടിച്ച പെണ്ണുങ്ങൾ. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നെയാ? അതെ. ആ, വിളിച്ചോളൂ. യെസ് സർ. ഇറങ്ങി മാറിയുണ്ട്. ചെലവുണ്ട്. ഏയ്, ഇരിക്കൂ ഇരിക്കൂ. വരൂ വരൂ വരൂന്നേ. നിങ്ങൾക്ക് പോലീസ് സംഘത്തിൽ എന്താ പണി? നർത്തകികളാണ് സാർ. നർത്തകിയാണോ? നിങ്ങൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടില്ലാത്ത നിങ്ങളെ നർത്തകിലായി നിയമിച്ച പുലിയെ വേണം തല്ലാൻ. തല്ലണേ സാർ. ആരെ? അല്ല, സാറ് പുലിയെ തല്ലണമെന്ന് പറഞ്ഞത്. തല്ലണോ? തല്ലിക്കോ. ആ ആ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാണ് സാർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? അതൊരു കലയല്ലേ, അല്ലേ? അതെ സർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് അപ്പൊ സാർ. നിങ്ങളുടെ ഈ നൃത്തം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിലൊന്ന് കണ്ടേലേ. റെഡി? യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് പോയതിനാ എനിക്ക് സസ്പെൻഷൻ. സാർ സ്റ്റേഷനിൽ പോയില്ലേ? എന്തിനാ സ്റ്റേഷനിൽ പോണേ? ഇതേ റൂട്ടിലിറങ്ങി നിന്നാ മതി. സ്റ്റേഷനിലെ നാട്ടറിയാം. സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തിയുടെ കിടക്കുകയാണോ? വൃത്തികേടാക്കി. സ്റ്റേഷനിൽ ക്യാബ്രേ, സിംഗിൾ ക്യാബ്രേ അല്ല, ഗ്രൂപ്പാ. 8 പെണ്ണുങ്ങളുണ്ട്. കുട്ടൻ ഇന്ന് എന്തു പറ്റി? സാറ് രാവിലെ യൂണിഫോം ഇട്ടോണ്ടല്ലേ പോയത്? അതെ. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാറ് യൂണിഫോം ഇല്ലാതെ നിൽക്കണോ? അയ്യേ, ചെറിയ അയ്യെന്നും പറഞ്ഞാ പോരാ. അല്ല, പൂജാരിക്ക് അമ്പലത്തിലും കാഷ്ടിക്കാലോ. പൂവാലന്മാരിടുന്ന പാന്റ് ഷർട്ട് ഇട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കളിക്കണമെന്നേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പുലി സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കുത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറിയോ ഒറ്റ പോക്ക്. കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകും. Come in. Good evening, Mr. Umesh. Oh, very nice place. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ച ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ
കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. Can I sit here? സോറി, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കളവും ഒക്കെ വലിയ രസമാണ്, പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ശരിയാണ്, നിങ്ങളോട് ഇതൊന്നുമല്ല പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാം. വരൂ. എന്തിനാ പുറത്തിറങ്ങുന്നത്? ഹേയ്, ഒന്നിനുമല്ല, വെറുതെ. ഈ മുറിക്ക് നല്ല അടക്കവും ഒതുക്കവും ഭംഗിയൊക്കെ ഉണ്ട്. എന്തിനാ അത് വെറുതെ നശിപ്പിക്കുന്നത്? വരൂ പ്ലീസ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചു എന്നെനിക്ക് തെളിയിക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല. പപ്പനെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. പപ്പൻ തിരിച്ചു വരില്ല എന്ന വിവരം അവരെങ്കിലും അറിയണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പപ്പനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മൃതശരീരം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അനാവശ്യം പറയരുത്. എന്റെ ശവം നിങ്ങൾ പരീക്ഷിക്കരുത് പ്ലീസ്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് കരുതി ആരുടെയും തലയിലെല്ലാം കെട്ടിവെക്കാമെന്ന് വിചാരിക്കരുത്. പോലീസ് ഭാഷ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മിസ്റ്റർ ദേവദാസ്, നിങ്ങൾ കൂടുതൽ സ്മാർട്ടാൻ ശ്രമിക്കാൻ അതെന്റെ അടുത്ത് വേണ്ട. എനിക്കല്പം തിരക്കുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ എന്റെ കൈ വിടുന്നത് നിങ്ങൾക്ക് നല്ലത്. വിട്ടില്ലെങ്കിൽ ആ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? നിന്റെ കണക്ക് എടുക്കാതെ ഞാനിന്ന് പോയില്ല. ഞാൻ എന്നെ തെളിയിക്കും. എന്ത് തെളിയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു മിസ്റ്റർ? പപ്പനെ കാണുന്നത് സഭയിലേക്ക് പരാതിയില്ല, ചന്ദ്രശേഖരം എന്ന പരാതിയില്ല, ആർക്കൊരു പരാതി സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം മിസ്റ്റർ? എന്താ പ്രശ്നം? പപ്പനെ കാണാനില്ല എത്രേ. അതിന് ഞാനെന്ത് വെച്ചു? ഞാനും ആരെപ്പോലെ പാട്ടുകാരൻ ഒഴിച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോൺസെൻസ്. സെറീനയും പപ്പനും എനിക്ക് അങ്ങനെയാ. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സെറീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ 2 കുഞ്ഞുങ്ങളാ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട, എന്നേക്കുമായി മുറിഞ്ഞുപോയ ആ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കാഷ്ടിക്കാലോ. പൂവാലന്മാരെണ്ണ പാന് ഷർട്ടിട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കണമെന്നേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പുലിസ് സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറിയോ ഒറ്റ പോക്ക്. കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകും. Come in. Good evening, Mr. Umesh. Oh, very nice place. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ച ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. Can I sit here? സോറി, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കളവും ഒക്കെ വലിയ രസമാണ്, പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ?